അരുൺ ബാബു, അഭിലാഷ് എന്നിവരെയാണ് ഇന്നലെ പോലീസ് പിടികൂടിയത്. ഇതോടെ തിരുവനന്തപുരം അഖിൽ കൊലക്കേസിലെ ആകെ പിടികൂടിയത് 8 പ്രതികളെയാണ്. ബാറിൽ വെച്ചുണ്ടായ തർക്കമാണ് കൊലയ്ക്ക് കാരണം. വോട്ടെടുപ്പ് ദിവസം വൈകുന്നേരമാണ് നേമത്തെ ബാറിൽ വെച്ച് കൊല്ലപ്പെട്ട അഖിലും സുഹൃത്ത് വിശാലും പ്രതികളായ 2 പേരുമായി ഏറ്റുമുട്ടിയത്. അഖിൽ പാട്ടുപാടിയപ്പോൾ പ്രതികൾ ചോദ്യം ചെയ്തതാണ് തർക്കത്തിന് കാരണം. വാക്കുതർക്കം കയ്യാങ്കളിയായി. സംഘർഷത്തിനിടെ പ്രതികളിലൊരാളായ വിനീതിന്റെ തലയ്ക്ക് പരിക്കേറ്റിരുന്നു. സംഘത്തിലുണ്ടായ കിരൺ കൃഷ്ണ എന്നയാൾ അഖിലിനെയും കൂട്ടുകാരെയും വെല്ലുവിളിച്ച് ബാറിൽ നിന്നിറങ്ങി. കൊല്ലപ്പെട്ട അഖിലിന്റെയും സുഹൃത്തിന്റെയും വിവരങ്ങൾ സംഘം അടുത്ത ദിവസം മുതൽ ശേഖരിച്ചു. പ്രതികളിൽ ഒരാളായ അനീഷ് കാർ വാടകയ്ക്കെടുത്തു. അഖിലിനെയും സുഹൃത്തിനെയും അന്വേഷിച്ച് സംഘം കറങ്ങി നടന്നു. ഒടുവിൽ വീട്ടിൽ കയറി ആക്രമിക്കാൻ തീരുമാനിച്ചു. വീടിന് സമീപത്ത് അഖിലിനെ കണ്ടതോടെ അക്രമസംഘം ചാടിയിറങ്ങി. വിനീതാണ് അഖിലിന്റെ തലയിലും ശരീരത്തിലും കോൺക്രീറ്റ് കല്ലെറിഞ്ഞത്. അഖിലപ്പവും സുമേഷുമായിരുന്നു അക്രമസംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ. അക്രമം കണ്ട് ഭയന്ന അനീഷ് വാഹനവുമായി അവിടെ നിന്നും മുങ്ങി. 4 പേർ നേരിട്ടും 4 പേർ ഗൂഢാലോചനയിലും പങ്കാളികളായി എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഈ പ്രതികൾ 2019 നടന്ന അനന്തു കൊലക്കേസിലും പ്രതികളാണ്. കൊടും ക്രിമിനലുകളായ പ്രതികൾ വീണ്ടും പുറത്തിറങ്ങുന്നത് തടയാൻ അതിവേഗ വിചാരണ പൂർത്തിയാക്കാനാണ് പോലീസിന്റെ നീക്കം. ന്യൂസ് ഡെസ്ക്, ജയ്ഹിന്ദ് ന്യൂസ്.